ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ദനഹാകാലം 6-ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വായനകളെല്ലാം രക്ഷകനും ഏക മധ്യസ്ഥനുമായ ഈശോ മിശിഹായെ ഏറ്റുപറയുന്നതിൻ്റെ ആവശ്യകതയെ ഓർമ്മപ്പെടുത്തുന്നതാണ്. എപ്രകാരമായിരിക്കണം ഈ ഏറ്റുപറച്ചിലെന്ന് സ്നാപക യോഹന്നാൻ ഇന്നേ ദിവസം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ സ്നാപക യോഹന്നാന്റെ ആധ്യാത്മികതയുടെയും ജീവിത ലാളിത്യത്തിൻ്റെയും ആഴങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. സാലിമിനടുത്തുള്ള ഏനോനിൽ ഈശോയും സ്നാപക യോഹന്നാനും സ്നാനം നൽകുന്നതും യോഹന്നാന്റെ ശിഷ്യരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കിക്കുന്നതുമാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലം. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ശുദ്ധീകരണം എത്ര പ്രധാനപ്പെട്ടതെന്ന് പഴയ നിയമഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ലേവ്യരുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശുദ്ധീകരണ കർമ്മത്തിൽ മാത്രം ഒതുങ്ങി ആന്തരികമായ വിശുദ്ധീകരണത്തെ തമസ്കരിച്ച ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കപടത നിറഞ്ഞ ആധ്യാത്മികതയെ ഈശോ കുറ്റപ്പെടുത്തുന്നത് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ സ്നാനം എന്നത് യഹൂദരുടെ ബാഹ്യമായ ഭക്താനുഷ്ഠാനങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ സ്നാപക യോഹന്നാനും തുടർന്ന് ഈശോയും സ്നാനത്തിനെ മാനസാന്തരത്തിൻ്റെ, ആത്മവിശുദ്ധീകരണത്തിൻ്റെ ആധ്യാത്മിക അടയാളമാക്കി, കൂദാശയാക്കി മാറ്റുന്നുണ്ട്. യോഹന്നാന്റെ ശിഷ്യരും ആ യഹൂദനും തമ്മിലുള്ള തർക്കത്തിൻ്റെ പ്രധാന കാരണം ആരുടെ സ്നാനത്തിനായിരിക്കും കൂടുതൽ ശക്തി അല്ലെങ്കിൽ ആധികാരികത എന്നായിരിക്കാം. കാരണം ശിഷ്യന്മാർ യോഹന്നാനെ സമീപിച്ച് പറയുന്ന ആവലാതി എല്ലാവരും ഈശോയുടെ അടുത്തേക്ക് സ്നാനത്തിനായി പോകുന്നു, നിന്റെ അടുത്തേക്കുള്ള ആളുകളുടെ വരവ് കുറഞ്ഞുവെന്നാണ്. തങ്ങളുടെ ഗുരുവിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടുന്നതിൽ ആ ശിഷ്യന്മാരെയും കുറ്റം പറയാൻ കഴിയുകയില്ല. ഒരു ഈഗോ ക്ലാഷ് രൂപപ്പെടാനുള്ള എല്ലാ സാധ്യതകൾ ഉടലെടുത്തപ്പോഴും സ്നാപക യോഹന്നാന് താൻ ആരെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. ശിഷ്യരോടുള്ള അവൻ്റെ മറുപടിയിൽ അത് വളരെ സ്പഷ്ടമാണ്. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവൻ മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യത്തിലും നീ ആരെന്നുള്ള ചോദ്യത്തിന് സ്നാപകൻ നൽകുന്ന മറുപടി ഞാൻ ക്രിസ്തുവല്ല എന്നാണ്. താൻ തന്നെയാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ സംശയിക്കാതെ വിശ്വാസത്തിൽ എടുക്കപ്പെടുന്ന എല്ലാ സാധ്യതകളുള്ളപ്പോഴും ഞാൻ ക്രിസ്തുവല്ല എന്ന് പറയുവാനുള്ള സത്യസന്ധതയും ആർജവും യോഹന്നാൻ കാണിച്ചു എന്ന് മാത്രമല്ല, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിത ലക്ഷ്യത്തിൽ അഭിമാനിക്കുന്നതും ഉള്ളു തുറന്ന് സന്തോഷിക്കുന്നതും സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ സഭാപരവും സാമൂഹികവുമായ ശുശ്രൂഷകളെ വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ ഉപരിയായി സുവിശേഷത്തിൻ്റെ പ്രഘോഷണ വേദികളാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാളും ഇഷ്ടങ്ങളെക്കാളും ഉപരിയായി ദൈവഹിതത്തിന് വിധേയപ്പെടുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ വളർച്ചയിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? താൻ ക്രിസ്തുവല്ല എന്ന് ഉറക്കെ പറയുമ്പോഴും ക്രിസ്തു സങ്കല്പങ്ങളോട് ചേർത്ത് അവൻ വായിക്കപ്പെടുന്നുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വ്യക്തമായ ഒരു മാതൃക സ്നാപക യോഹന്നാനിൽ കാണപ്പെടുന്നതിനാലാണ്. ട്രെയിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ മറ്റാരാലോ തട്ടിത്തെറിക്കപ്പെട്ട പഴക്കുട്ട കണ്ട് അനുകമ്പയോടെ അത് തിരിച്ചെടുക്കാൻ സഹായിച്ച മനുഷ്യനോട് അന്ധനായ ആ കച്ചവടക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ ക്രിസ്തുവാണോ? നീ ക്രിസ്തുവാണോ? സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിത ദർശനങ്ങൾ എത്രമാത്രം ക്രിസ്തു മാർഗങ്ങളോട് അനുരൂപപ്പെട്ടതാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നിയമാവർത്തനം 24-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം സ്വീകരിച്ചിരിക്കുന്ന ദൈവീക നന്മകളിൽ നന്ദിയുള്ളവരാകുവാനും അത് എന്നും അനുസ്മരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് അനുകമ്പയോടും കാരുണ്യത്തോടും വർദ്ധിക്കുവാനും ദൈവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വാക്കും പ്രവൃത്തിയും മനോഭാവങ്ങളും ദൈവസ്നേഹത്തിൻ്റെ അനുകരണങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ? അപരൻ്റെ കണ്ണുനീരിന് കാരണമാകാനല്ല, മറിച്ച് മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക്, പുഞ്ചിരികൾക്ക് നിമിത്തമാകാനാണ് നാം ബോധപൂർവം പരിശ്രമിക്കേണ്ടത്. ഇന്നത്തെ 2-ാമത്തെ വായന
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു: കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു, എന്നിട്ടും അവർ എതിർത്തു, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. സുവിശേഷത്തിൽ പരിശുദ്ധ റൂഹായുടെ കയ്യൊപ്പുള്ള സ്നാപകയോഹന്നാൻ ഈശോയെ മണവാളനായി ചിത്രീകരിക്കുന്നുണ്ട്. മണവാളനായ ക്രിസ്തുവിൽ അവൻ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നുമുണ്ട്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൻ്റെ മണവാട്ടി അത് തിരുസഭയാണ്. സഭാപരമായ തർക്കങ്ങൾ ഉടലെടുക്കുമ്പോൾ, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സഭ അപമാനിക്കപ്പെടുമ്പോൾ, സഭയ്ക്ക് അപമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ വാക്കോ കർമ്മമോ ഉപേക്ഷയോ മനോഭാവങ്ങളോ കാരണമാകുന്നുണ്ടെങ്കിൽ ഒന്നോർമ്മിക്കാം: അത് ഒരിക്കലും ഈശോ ആഗ്രഹിക്കുന്നില്ല എന്നും നമ്മുടെ എതിർ സാക്ഷ്യങ്ങൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നുണ്ടെന്നും. ഈ ദനഹാകാലത്ത് സ്നാപക യോഹന്നാനിൽ നിന്നും മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയെ വെളിപ്പെടുത്തുന്ന, അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളായി നമുക്ക് രൂപാന്തരപ്പെടാം. മിശിഹ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.